ഇറാനെതിരായ ട്രംപിന്റെ ഭീഷണിക്കിടയിലും ഗൾഫ് മേഖലയിൽ ആക്രമണം തുടരുകയാണ് ഇറാൻ. സൗദിയിലെ ഊർജ്ജ കേന്ദ്രത്തിന് നേരെയാണ് ഇറാന്റെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഇറാന്റെ മിസൈൽ അവശിഷ്ടങ്ങൾ ഊർജ്ജ കേന്ദ്രത്തിലേക്ക് പതിക്കുകയായിരുന്നു. 7 ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചുള്ള ആക്രമണമാണ് ഇറാൻ സൗദിക്ക് നേരെ നടത്തിയിരിക്കുന്നത്. നിലവിൽ ആക്രമണത്തിലെ നാശനഷ്ടങ്ങളുടെ കണക്കെടുപ്പ് തുടരുകയാണെന്നാണ് വിവരം. ജുവൽ ഇൻഡസ്ട്രിയൽ സിറ്റിയിൽ മിസൈൽ പതിച്ചുവെന്ന് ഇറാൻ വെളിപ്പെടുത്തുന്നുണ്ട്. ഇറാന്റെ കനത്ത പ്രകോപനമാണ് സൗദിയിൽ ഉണ്ടായിരിക്കുന്നത്. അതിനിടെ ഹോർമൂസ് തുറന്നില്ലെങ്കിൽ ഇറാനെ ഇല്ലാതാക്കുമെന്ന ട്രംപിന്റെ അന്ത്യശാസനത്തിന് മറുപടിയായി വൈദ്യുതി നിലയങ്ങൾക്ക് ചുറ്റും മനുഷ്യച്ചങ്ങല തീർക്കാൻ ഒരുങ്ങുകയാണ് ഇറാൻ. വൈദ്യുതി നിലയങ്ങൾക്ക് ചുറ്റും അണിനിരക്കാൻ പൗരന്മാരോട് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ഇറാൻ കായിക യുവജന മന്ത്രാലയം ഉപമന്ത്രി അലി റേസ റഹീമി. രാജ്യത്തുടനീളമുള്ള വൈദ്യുതി നിലയങ്ങൾക്ക് മുന്നിൽ യുവാക്കളും കലാകാരന്മാരും കായിക താരങ്ങളും ഉൾപ്പെടെയുള്ളവർ മനുഷ്യച്ചങ്ങല തീർക്കണമെന്നാണ് ഉപമന്ത്രി ആവശ്യപ്പെടുന്നത്. വൈദ്യുതി നിലയങ്ങൾ ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ബോംബ് വെച്ച് തകർക്കുമെന്ന US ഭീഷണിക്കെതിരെ പ്രതിഷേധിക്കാനാണ് ഈ നീക്കം. പൊതു അടിസ്ഥാന സൗകര്യങ്ങൾ ആക്രമിക്കുന്നത് യുദ്ധകുറ്റമാണെന്ന് ലോകത്തോട് വിളിച്ചു പറയാൻ നമ്മൾ കൈകോർത്തു നിൽക്കുമെന്നാണ് ഉപമന്ത്രി സമൂഹ മാധ്യമങ്ങളിൽ കുറിക്കുന്നത്. ഈ മേഖലയിലെ സംഘർഷം രൂക്ഷമായി തുടരുന്ന പശ്ചാത്തലത്തിൽ ജനങ്ങളുടെ പ്രതിഷേധം വലിയ ചർച്ചയാകാൻ തന്നെയാണ് സാധ്യത. ഇന്ത്യ ഉൾപ്പെടെയുള്ള സൗഹൃദ രാജ്യങ്ങളുടെ കപ്പലുകൾ ഹോർമൂസ് കടലെടുക്ക് കടക്കുന്നതിന് സുരക്ഷിത പാത ഉറപ്പാക്കാൻ ഇറാൻ പ്രത്യേക നടപടികൾ സ്വീകരിച്ചതായി ഇറാൻ അംബാസിഡർ ഡോക്ടർ മുഹമ്മദ് ഫതാലി പറയുന്നുണ്ട്. ഇന്ത്യക്കാരുടെ സുരക്ഷിതമായ മടക്കയാത്രയ്ക്കും ഇറാൻ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇറാനുമായി യുദ്ധം ചെയ്യുന്ന രാജ്യങ്ങൾക്ക് മുന്നിലാണ് ഹോർമൂസ് കടലെടുക്ക് അടച്ചത്. സുഹൃത്ത് രാജ്യങ്ങൾക്ക് സുരക്ഷിത സമുദ്രപാതയൊരുക്കുന്നത് ഇറാന്റെ പ്രതിജ്ഞാബദ്ധതയാണ് വ്യക്തമാക്കുന്നത്. ഹോർമൂസ് കടലെടുക്കിൽ സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും നടപടികൾ മൂലമാണെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ഇന്ത്യക്കാരുടെ സുരക്ഷിതമായ മടക്കയാത്രയ്ക്ക് അനിവാര്യമായതെല്ലാം ഇറാൻ ചെയ്യുന്നുണ്ട്. ഇറാനുമേൽ അമേരിക്കയും ഇസ്രയേലും നടത്തുന്ന ആക്രമണം ആധുനിക കാടത്തമെന്ന് മുഹമ്മദ് ഫതാലി പറയുകയാണ്. കുട്ടികളുടെ കുരുതി, വിദ്യാലയങ്ങൾക്കും ആശുപത്രികൾക്കും സർവകലാശാലകൾക്കും നേരെയുള്ള ആക്രമണം തുടങ്ങിയവ അത്യന്തം മനുഷ്യത്വഹീനമാണ്. ഇറാൻ യുദ്ധം ആഗ്രഹിക്കുകയോ യുദ്ധത്തിന് തുടക്കമിടുകയോ ചെയ്തിട്ടില്ല. ഇറാനുമേൽ യുദ്ധം അടിച്ചേൽപ്പിച്ചാൽ അത് എപ്പോൾ അവസാനിപ്പിക്കണമെന്ന കാര്യം ഇറാൻ തീരുമാനിക്കുമെന്നാണ് വ്യക്തമാക്കുന്നത്. അന്താരാഷ്ട്ര സമുദ്ര അതിർത്തികൾ സംരക്ഷിക്കപ്പെടണമെന്നതാണ് ഇറാന്റെ നിലപാട്. സംഘർഷം പരിഹരിക്കാൻ ചർച്ചയും നയതന്ത്ര മാർഗങ്ങളും നിർദ്ദേശിച്ച ഇന്ത്യയുടെ ആഹ്വാനം തികച്ചും ഉത്തരവാദിത്തം നിറഞ്ഞതാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇറാൻ അംബാസിഡറിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത് ഇറാനെ പ്രകോപിപ്പിച്ച് യുദ്ധത്തിലേക്ക് അമേരിക്കയും ഇസ്രയേലും വലിച്ചിഴക്കുകയായിരുന്നു എന്ന് തന്നെയാണ്. പ്രതിരോധിക്കാനും പരമാധികാരം നഷ്ടപ്പെടാതിരിക്കാനും ഇറാൻ നടത്തുന്ന പോരാട്ടത്തെ ലോകത്തിന് ഭീഷണി എന്ന് പറയാനാകില്ല. ഹോർമൂസ് കേന്ദ്രീകരിച്ചുള്ള ആക്രമണങ്ങൾ മറ്റ് രാജ്യങ്ങളെ കൂടി ബാധിക്കുന്നതിനാൽ സൗഹൃദ രാജ്യങ്ങൾക്ക് സുരക്ഷിത പാത ഒരുക്കുന്ന ഇറാന്റെ നീക്കത്തെ ലോകരാജ്യങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ഇനി അമേരിക്കയുടെ അന്ത്യശാസനത്തിന്റെ സമയപരിധിക്കപ്പുറം യുദ്ധക്കളത്തിൽ എന്ത് സംഭവിക്കുമെന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്.